ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതൊരു ചെറിയ വ്ളോഗാണ്. ഞാൻ ഇന്നൊരു എക്സാമിന് പോകുന്നുണ്ട്. ഇന്ന് എനിക്ക് KASൻ്റെ എക്സാം ഉണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ സ്ട്രീം 1 എക്സാമാണ്, പ്രിലിമിനറി എക്സാമാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്, അതായത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. അപ്പോൾ ഒരു ഫുൾ ഡേ ആണ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ചെറിയൊരു വ്ളോഗാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എക്സാം സെൻറ്ററിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ഹൈവേ ആണ്, ഹൈവേ വഴിയാണ് പോകുന്നത്. എക്സാം നടക്കുന്നത് കോവളം വെങ്ങാനൂരിലെ മോഡൽ HSS എന്ന സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പം നമുക്ക് ഈ ഹൈവേ വഴിയാണ് പോകുന്നത്. ഇത് NH 66 ആണ്. അങ്ങനെ ഞങ്ങൾ കോവളം ജംഗ്ഷനിൽ എത്താറായപ്പോഴേക്കും നല്ല മഴ പെയ്ത് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല അധികം. അങ്ങനെ ഞങ്ങൾ കോവളം ജംഗ്ഷൻ എത്തിയപ്പോൾ നല്ല മഴ കൂടിയപ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് മാറി നിന്നു. 10 മണിക്കാണ് എക്സാം. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. മഴ തീരാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ മഴ കുറച്ച് മാറിയപ്പോഴേക്കും ഞാൻ ഓടിക്കേറി. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല രാവിലത്തെ. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാൻ കഴിക്കാനായിട്ട് വന്നു. അപ്പം ഞാൻ ദോശയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കാണിക്കാൻ, ദോശയും കടലക്കറിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വെങ്ങാനൂർ മോഡൽ HSS ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ മഴ പെയ്തതുകൊണ്ട് അവിടെ മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിത് പറ്റുന്ന രീതിയിലൊക്കെ എടുക്കുന്നതാണ്. നമുക്ക് എന്തായാലും സമയമുണ്ട്. എനിക്കൊരു 1 മണിക്കൂർ തന്നെ ബ്രേക്കുണ്ട്. 1 മണിയാകുമ്പോൾ കയറിയാൽ മതി. അപ്പോൾ ഞാൻ ഈ സ്കൂളൊക്കെ മൊത്തത്തിലൊന്ന് എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഒരു എക്സാം, ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അടുത്ത സെക്ഷൻ 1 മണിക്ക് തുടങ്ങും. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പാടുണ്ടായിരുന്നു. ഞാൻ വലിയ ഒരു പ്രിപ്പറേഷനൊന്നും നടത്തിയിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ 1 മണിക്കാണ് അടുത്ത എക്സാം. അത് കഴിഞ്ഞിട്ട് 3:30 വൈകുന്നേരം 3:30 അത് കഴിയും. ഈ ഒരു കോറിഡോറിൻ്റെ അങ്ങേ അറ്റത്താണ് ക്ലാസ് റൂം, 4-ാം നമ്പർ റൂമായിരുന്നു വെങ്ങനാർ സ്കൂളിൽ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നടക്കുകയാണ്. അടുത്ത 1 മണിക്ക് തുടങ്ങും. അതിനുള്ളിൽ ബാഗൊക്കെ കൊണ്ട് ക്ലോക്ക് റൂമിൽ വെക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. 2 സൈഡിലും 2 ലാംഗ്വേജായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മലയാളവും മറ്റത് ഇംഗ്ലീഷുമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ഉണ്ടായത്. കാരണം അത് അധികം പ്രിപ്പറേഷൻ ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു. പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് മേ ബി ചിലപ്പോൾ അത് ഈസി ആകാം. അപ്പോൾ എനിക്കെന്തായാലും രണ്ടാമത്തെ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാവിലത്തെ എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ മാക്സിമം ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 100ഉം ടൈം 19 മിനിറ്റ്സും മാക്സിമം മാർക്ക് 100ഉമാണ്. രാവിലെ നല്ല മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. കാരണം ആ സമയമായപ്പോഴാണ് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ആ സമയപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് സമയപ്പോൾ മഴ ഇത്തിരി തോർന്നു. അങ്ങനെയാണ് ഓടിയെത്തിയത്. ഇത് ശരിക്കും കോവളം വെങ്ങാനൂരാണ്. വെങ്ങാനൂർ ഗവൺമെൻറ് മോഡൽ HSSലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു. അത്യാവശ്യം 20 കിലോമീറ്റർ വരെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. അതാണ് ഞാൻ പിന്നെ നിർത്തുന്നത്. കൂടുതൽ ഒച്ചത്തിൽ പറയാൻ പറ്റാത്തത്. പിന്നെ കുറച്ച് പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെയാണ്. പിന്നെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുന്നതോ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ മുകളിൽ കൂടെ പോകുമ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട്, അതെന്താണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് എനിക്കൊരു ഷൈനസ് ഉണ്ട്. അതായത് എനിക്ക് അതൊന്ന് ആ സമയത്ത് അവർ പോകുന്ന സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊരു നാണം അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ ഒച്ച കുറച്ച് പതുക്കെ സംസാരിക്കുന്നത്.
കൂടുതലും വീഡിയോസ് കാണിക്കുന്നത് അതുകൊണ്ടാണ്. എനിക്കിങ്ങനെ ആരെങ്കിലും മുന്നിൽ വന്ന് ഇങ്ങനെ പറയാനായിട്ടൊരു ചമ്മലുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ തിരിച്ച് പോകുമ്പോൾ മഴ ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും 3:30 വരെ എക്സാം ഉണ്ട്. എന്തായാലും ഞാൻ കയറാൻ പോകുന്നു. 1 മണി ആവാറായി. അങ്ങനെ 12:55 1 മണിക്കാണ് എക്സാം അടുത്തത് സെക്ഷൻ്റെ. ഇപ്പോൾ മണി 12:55 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ക്ലോക്ക് റൂമിൽ പോകണം, ബാഗ് വെക്കണം, പിന്നെ തിരിച്ച് എൻ്റെ നേരത്തെ കാണിച്ചിരുന്ന സീറ്റിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും 2ാമത്തെ സെക്ഷനിലേക്ക് ഞാൻ കയറാൻ പോവാണ്. ടാറ്റാ. അങ്ങനെ ഞാൻ തിരിച്ച് ക്ലോക്ക് റൂമിലേക്ക് എത്തി. സമയമായല്ലോ, അപ്പോൾ ബാഗ് വെക്കാനായിട്ട് ക്ലോക്ക് റൂമിലെത്തി. ഇതാണ് ക്ലോക്ക് റൂം. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഞാൻ റെഡിയായി. അച്ഛൻ വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്ന ശേഷം ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. വീട്ടിലെത്തി. 2ാമത്തെ എക്സാമിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്താനായിട്ട് നോക്കിയത്. പിന്നെ പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോൾ കണ്ടു. അപ്പോൾ 2ാമത്തെ എക്സാം കുഴപ്പമില്ല. ആദ്യത്തെ എക്സാമിനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ വലിയ പ്രശ്നമില്ല. 2ാമത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ലാംഗ്വേജസും പിന്നെ കുറച്ച് ജികെയും പിന്നെ കുറച്ച് മാത്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. അതായത് മലയാളം, ഇംഗ്ലീഷും പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങൾ. ലാംഗ്വേജസ് വലിയ കുഴപ്പമില്ല. നമുക്ക് ഏകദേശം ഒരു ഊഹം വെച്ചിട്ടൊക്കെ എഴുതി. എത്രത്തോളം ചെയ്യാവുമെന്ന് അറിയത്തില്ല, എന്നാലും മാക്സിമം അത് ട്രൈ ചെയ്തു. അതിൻ്റെ കുറച്ച് ശരി ഉത്തരമാണെന്ന് ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഒരു ലാംഗ്വേജസ് വലിയ പ്രശ്നം വന്നില്ല. എന്തായാലും മെയിൻ ആ ഫസ്റ്റ് സെഷൻ സെക്കൻഡ് സെക്ഷൻ ആ 2 സെഷനും തമ്മിൽ നോക്കിയാൽ സെക്കൻഡ് സെഷനാണ് കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്, ഞാൻ വീട്ടിലെത്തി. ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ളോഗാണ്, അതായത് എക്സാമിനെ കുറിച്ച് കാണിക്കാം എന്ന് കരുതി ചുമ്മാ വെറുതെ എടുത്തതാണ്. അപ്പോൾ ചെറിയ വ്ളോഗാണ്, ഒരു എക്സാം വ്ളോഗ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയ അടുത്ത മെയിൻ ടെസ്റ്റാണ്. മെയിൻ ടെസ്റ്റിൽ നമുക്ക് കൂടുതൽ വിശദീകരിച്ചൊക്കെ എഴുതേണ്ട വലിയൊരു ടെസ്റ്റായിരിക്കും. ഇതിൻ്റെ റിസൾട്ട് ഇനി എന്ന് വരുമെന്ന് അറിയത്തില്ല, നമുക്കത് നോക്കാം. ഇതിൻ്റെ ആൻസർ കീ നാളെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം, എത്രത്തോളം നമ്മൾ കറക്റ്റ് ഉത്തരം എഴുതിയിട്ടുണ്ട്. ചെറിയൊരു കറക്റ്റ് കുത്തൊക്കെയാണ്, വലിയ ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.